യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും നല്ലൊരു ദിവസത്തിൻ്റെ, അനുഗ്രഹങ്ങളുടെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവാണ് നിങ്ങളെ നടത്തുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും. ഇന്നത്തെ വചനം നമുക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കുവാൻ ഒരുങ്ങുവാൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം തിരുവചനം. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നന്മയിലൂടെ ചരിക്കുവാനാണ്. കപടമാർഗങ്ങളിലൂടെയും കുറുക്കു വഴികളിലൂടെയും നടക്കുന്നതിന് പകരം നമ്മുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ മാർഗങ്ങളും നേരായിട്ടുള്ളതായിരിക്കണം. എങ്കിൽ സർവശക്തനായ ദൈവം ആ ദേശത്തിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് നൽകും. അനുഗ്രഹങ്ങൾ നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായി മാറും. ചെറിയ ലാഭത്തിനു വേണ്ടി കുറുക്കുവഴികൾ നേടിയാൽ അത് നഷ്ടമായി തന്നെ തീരും. ഈ ലോകം അങ്ങനെയുള്ളതാണ്. ചതിയുടെയും വഞ്ചനയുടെയും കുറുക്കുവഴികളുടെയും ഈ ലോകത്ത് വസിക്കുമ്പോൾ ദൈവമക്കൾ എങ്ങനെയായിരിക്കണമെന്ന് സർവശക്തനായ ദൈവം നമ്മളോട് പറയുകയാണ്. നേരായ മാർഗത്തിലൂടെ, നേരായ പ്രവൃത്തികളിലൂടെ നമ്മൾ ജീവിക്കണമെന്ന്, സത്യസന്ധമായി നമ്മൾ കഴിയണമെന്ന്. അപ്പോൾ ദൈവം നിനക്ക് വേണ്ടതെല്ലാം തരും. അനുഗ്രഹങ്ങൾ നിറഞ്ഞതായിരിക്കും നിൻ്റെ ജീവിതം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും ആ മക്കളെയെല്ലാം ഈശോയുടേതാക്കി മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ പ്രതീകമായ യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.